വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഡാമുകളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നങ്ങൾ. കുറച്ച് നാളായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയയിലൊക്കെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഡാമുകളെ കുറിച്ച് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുല്ലപ്പെരിയാർ ഡാമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് ഏത്? മുല്ലപ്പെരിയാർ ഡാം. ഇത് ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിൽ പീരുമേട് താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിൽ പീരുമേട് താലൂക്കിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം കാണപ്പെടുന്നത്. ഇനി പെരിയാർ നദിയിലാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പെരിയാർ നദിയിലാണ്. നെക്സ്റ്റ് വൺ, പരീക്ഷയ്ക്ക് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ചോദിക്കാറ്. മുൻപൊക്കെ LDCക്ക് ചോദിക്കാറ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാം ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം ട്ടാ. കേരള തമിഴ്നാട് തർക്കം നിലനിൽക്കുന്ന ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമാണ്. ഈ ഡാം മുല്ലപ്പെരിയാറിലുള്ള ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നിർമ്മിച്ചതാണ്. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കുകയാണ്. ആ എഗ്രിമെന്റിന്റെ പേരാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്ന് പറയുന്നത്. എന്താണ്? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്നാണ് അതിന്റെ പേര്. 999 വർഷത്തേക്കാണ് നമ്മൾ ആ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയത്. ആ പാട്ടക്കരാറ് എഴുതി തയ്യാറാക്കിയത് 1886 എന്നാണ്. 1886. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീ വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. അപ്പൊ ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്ത് 1886 മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായി 999 വർഷത്തെ ഒരു ലീസ് എഗ്രിമെന്റ് നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. ഇനി ഇങ്ങനെ വെള്ളം കൊണ്ടുപോകില്ലേ ഇവിടുന്ന്? അപ്പൊ അണക്കെട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അണക്കെട്ടൊക്കെ നിർമ്മിച്ചതിന് ശേഷം നമ്മൾ വെള്ളം കൊണ്ടുപോയി ആ വെള്ളം എവിടെയാ സംഭരിച്ച് വെക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ പിന്നീടുള്ള ചോദ്യമാണ്. അതായത് ആ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം തമിഴ്നാട് സംഭരിക്കുന്നത് എങ്ങനെയാ? വൈഗ അണക്കെട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഒഴുകി കൊണ്ടുപോണ വെള്ളം ഒരുമിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? അത് സംഭരിച്ച് വെക്കും. സംഭരിച്ച് വെച്ചിട്ട് കുറച്ച് കുറച്ച് അവർ ഉപയോഗിക്കും. അങ്ങനെ വൈഗ അണക്കെട്ടിലാണ് അവരത് സംഭരിച്ച് വെക്കുന്നത്. ഈ എഗ്രിമെന്റിന്റെ പരിണിതി ഫലമായി 1887 നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയല്ലോ. 87 എന്തുണ്ടായി? മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം നമ്മൾ തുടങ്ങി. അപ്പൊ 1887 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ എന്താ പറയാ, വലിയൊരു ഡാമൊക്കെ നിർമ്മിക്കണമെങ്കിൽ അതിനൊരു ശില്പിയൊക്കെ വേണം അല്ലെ. അതിന്റെ ആർക്കിടെക്റ്റിന്റെ പേരെന്താണ്? ജോൺ പെന്നിക്യുക്ക് എന്നാണ്. എന്താണ്? ജോൺ പെന്നിക്യുക്ക് എന്നാണ് ആർക്കിടെക്റ്റിന്റെ പേര്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മുല്ലപ്പെരിയാർ ഡാം കോൺക്രീറ്റ് ആണോ, മണ്ണാണോ, മണലാണോ, എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. ആ ഉണ്ടാക്കിയ മിശ്രിതത്തിന്റെ പേരാണ് സുർക്കി. മിശ്രിതത്തിന്റെ പേര് സുർക്കി മിശ്രിതം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നമ്മൾ നിർമ്മിക്കണേ. ഇനി തേനി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? തേനിയില് നമ്മുടെ ഈ ജോൺ പെന്നിക്യുക്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്മാരകം കാണുന്നുണ്ട്. ശരിക്കും തമിഴ്നാട്ടിൽ അത്രയും അധികം വെള്ളത്തിന് ക്ഷാമമുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ, നമുക്ക് ദുരിതമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ പ്രശ്നത്തിലും വിഷമത്തിലും ഭയത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ തമിഴ്നാട്ടുകാർക്ക് അവർക്ക് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വെള്ളം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഇങ്ങനെ ഒരു വ്യക്തിയാണ് കാരണക്കാരനായത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവർക്ക് ദൈവത്തെ പോലെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മാരകം അവര് തമിഴ്നാട്ടിലെ തേനിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1887 നിർമ്മാണം ആരംഭിച്ച മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് 1895 എന്ന് പൂർത്തിയായി? 1895 പൂർത്തിയാക്കി 1895 തന്നെ ശ്രീമൂലം തിരുനാൾ ഭരിക്കും. അപ്പൊ നേരത്തെ ഭരിച്ചിരുന്നത് ആരാ? ശ്രീ വിശാഖം തിരുനാളാ. ഇവിടെ ശ്രീമൂലം തിരുനാള് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്ത് ലോർഡ് വെൻലോക്ക്, അതായത് വെൻലോക്ക് പ്രഭു എന്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു? മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വൺ, സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. എത്രയാണ്? 142 അടിയാണ്.
ഇനി കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. അപ്പൊ ഇതെന്താ പ്രശ്നം, ഇതിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിക്കുകയാണ്. കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് AS ആനന്ദ്. ആരാണ്? ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റി. ഇനി നോക്കൂ, ഈ ഡാമുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ ഇറങ്ങുകയുണ്ടായി. ആ സിനിമയുടെ പേര് ഡാം 999. എന്താണ്? ഡാം 999, ഡാം 999 എന്നാണ്. അതിന്റെ സംവിധായകന്റെ പേര് സോഹൻ റോയ് എന്നാണ്. സംവിധായകന്റെ പേര് സോഹൻ റോയ്. ഇനി മുല്ലപ്പെരിയാറിന് എത്ര ഉയരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 53.6 മീറ്ററോ അല്ലെങ്കിൽ 176 അടിയോ ആണ് ഉയരം. മീറ്ററിൽ പറയുകയാണെങ്കിൽ 53.6 മീറ്റർ എന്ന് പറയാം. അടിയില പറയണേച്ച് എന്ത് പറയും നമ്മൾ? 176 അടി ഉയരമാണെന്ന് പറയും കേട്ടോ. ഇനി 999 വർഷത്തേക്കാണ് കരാറ് നമ്മള് എന്താ പറയുന്നത് എഴുതി തയ്യാറാക്കിയത്. ആ കരാറ് 1970 സി അച്യുതമേനോന്റെ കാലത്ത് കരാറ് പുതുക്കുകയുണ്ടായി കേട്ടോ. അപ്പൊ കരാറ് റിന്യൂ ചെയ്ത വർഷം 1970 ആണ്. ആരുടെ കാലത്താണ്, അല്ലെങ്കിൽ ആരാണ് പുതുക്കിയത്? സി അച്യുതമേനോനാണ് പുതുക്കിയത്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. മുല്ലപ്പെരിയാർ കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ. ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിൽ പീരുമേട് താലൂക്കിലാണ് ഡാം കാണപ്പെടുന്നത്. പെരിയാർ നദിയിലാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാമാണ്. പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരു ലീസ് എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കുന്നു. 999 വർഷത്തേക്കുള്ള ആ എഗ്രിമെന്റ് ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്ത് 1886 എഴുതി തയ്യാറാക്കുകയും 1976 അച്യുതമേനോന്റെ കാലത്ത് അത് പുതുക്കുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, ഈ കരാർ പ്രകാരം 1887 നമ്മൾ നിർമ്മാണം മുല്ലപ്പെരിയാർ ഡാമിന്റെ തുടങ്ങി. അതിന്റെ ശില്പി ജോൺ പെന്നിക്യുക്ക് ആയിരുന്നു. മിശ്രിതം സുർക്കിയാണ്. പെന്നിക്യുക്കിന്റെ സ്മാരകം കാണപ്പെടുന്നത് എവിടെയാണ്? തേനിയിലാണ്. നെക്സ്റ്റ് വൺ, 1895 പണി പൂർത്തിയാക്കുകയും ലോർഡ് വെൻലോക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അപ്പൊ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. നെക്സ്റ്റ് വൺ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാറിന്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ പേര് ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയാണ്. ഡാം 999 എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് ആണ്. നെക്സ്റ്റ് വൺ, ഡാമിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ 53.6 മീറ്ററോ 176 അടിയോ ആണെന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളോ. ഇനി അടുത്തത് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് ശരിക്കും മലമ്പുഴ ഡാം കാണപ്പെടുന്നത്. പക്ഷെ എന്താണെങ്കിൽ PSC മിക്കപ്പോഴും കാണാറുള്ളത് ഭാരതപ്പുഴ എന്നുള്ള പേരിലാണ്. ഭാരതപ്പുഴ നദിയിൽ തന്നെയാണ് കാണാറ്. അപ്പൊ ഭാരതപ്പുഴയായാലും മലമ്പുഴയായാലും രണ്ടും ശരി തന്നെയാണ്. ശരിയായിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ മലമ്പുഴയാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ നദിയിലാണ്, അല്ലെങ്കിൽ ഭാരതപ്പുഴയിലാണ്, പാലക്കാട് ജില്ലയിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 1955 അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ്. 1955 അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ്. കാരണമുണ്ട്, അന്നൊക്കെ കേരളം നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടാണ് പാലക്കാട് തൊട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാട്ടോ അത് ഉദ്ഘാടനം അങ്ങനെ വരാനുള്ള കാരണം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ മലമ്പുഴയാണ്. ജലസേചന ആണ് കേട്ടോ. ജലസേചന പദ്ധതി, ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഉത്തരം മാറിയത് ഇടുക്കിയായി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇത് മലമ്പുഴ. ഒന്നുകൂടെ, മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ്, പാലക്കാട് ജില്ലയിലാണ്. 1955 കാമരാജ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. മലമ്പുഴയിൽ വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട്, കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നു. അപ്പൊ കേരളത്തിലെ ഇനി ഇത് കൂടാണ്ട് മലമ്പുഴയിൽ ഒരു റോക്ക് ഗാർഡനും കൂടി ഉണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലമ്പുഴ ഗാർഡൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലമ്പുഴ ഗാർഡൻ ആണ്. അതിന്റെ ശില്പി നേക്ക് ചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? നേക്ക് ചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ ശില്പി. ഇനി നോക്കൂ, മലമ്പുഴയില് ഗാർഡന്, മലമ്പുഴ ഗാർഡൻ ഉണ്ടല്ലോ, അതായത് ആ ഡാമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ? ഡാമിൽ തന്നെ വളരെ ഭംഗിയായിട്ട് നല്ല രസകരമായിട്ടുള്ള കുറേ അധികം നമുക്ക് നടന്നു കാണാൻ പറ്റിയ ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ ഒരു യക്ഷിയുടെ പ്രതിമയുണ്ട്. ആ പ്രതിമ പണിതത് കാനായി കുഞ്ഞിരാമനാണ്. ആരാണ്? കാനായി കുഞ്ഞിരാമനാണ് ആ പ്രതിമ പണിതത്. അപ്പൊ ഇത്രയാണ്
മലമ്പുഴ. അപ്പൊ കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴയിൽ കാണപ്പെടുന്നു. പണിതത് ആരാണ്? നേക്ക് ചന്ദ്. അതിന്റെ ശില്പി നിർമ്മാതാവ് ശില്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേക്ക് ചന്ദ് ആണ്. യക്ഷിയുടെ ഒരു പ്രതിമയുണ്ട്, അതിന്റെ ശില്പി ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ഇനി അടുത്തതിലേക്ക് വരാം, ഇടുക്കി ഡാം. ഏതാണ്? ഇടുക്കി ഡാം. ജില്ല ഏതാണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇടുക്കി ജില്ലയാണ്. ഇനി അടുത്തത് നദി ഏതായിരിക്കും? പെരിയാറാണ്. ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം കാണപ്പെടുന്നത്. 1969 പണി ആരംഭിക്കുകയും 1976 പണി പൂർത്തിയായി നമ്മുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അപ്പൊ 1969 പണി ആരംഭിച്ച് 1976 ഇന്ദിരാഗാന്ധി അതിന്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചു കേട്ടോ. ഇനി അടുത്തത്, ഇങ്ങനെ നല്ലൊരു സ്ഥലമുണ്ട്, ഇവിടെ നമുക്ക് ഇടുക്കി ഡാം പണിയാം എന്ന് പറഞ്ഞ് നമുക്ക് ഇടുക്കി ഡാമിന്റെ സ്ഥലം നിർദ്ദേശിച്ചു തന്ന അന്നത്തെ ആദിവാസികളുടെ നേതാവായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കൊലുമ്പൻ മൂപ്പൻ. ആരാണ്? കൊലുമ്പൻ. അവർക്കാണല്ലോ കാടും അങ്ങനെയുള്ള മേഖലകളിലും അവിടെ എവിടെയായിരിക്കും നന്നാവുക, കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അറിയുണ്ടാവുക. അപ്പൊ അദ്ദേഹമാണ്, കൊലുമ്പൻ മൂപ്പനാണ് ഇവിടെ പണിതാ മതി എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് നിർദ്ദേശിച്ചത്. ഇനി പണിതത് എങ്ങനെയാണ്? 2 മലകൾക്കിടയിലാണ് അത് പണിതത്. ആ മലകളുടെ പേര് കുറവൻ കുറത്തി മലകളാണ്. അപ്പൊ കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് എന്ത് പണിതേക്കണേന്നാ പറയണേ? നമ്മുടെ ഈ ഡാം, ഇടുക്കി ഡാം പണിതേക്കണേ. അപ്പൊ അതൊരു ആർച്ച് ഷേപ്പിലാണ് പണിതത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഇടുക്കി തന്നെയാണ് കേട്ടോ. അപ്പൊ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം എന്നറിയപ്പെടുന്നതും ഇടുക്കിയാണ്. കൂടാതെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാണ്? ഇടുക്കിയാണ്. ഇനി ഇങ്ങനെ ഒരു ഡാം, ആർച്ച് ഡാമൊക്കെയാണ്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമൊക്കെയാണ്. അപ്പൊ അത് പണിയണമെങ്കിൽ കാശ് കുറെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കാനഡയുടെ സഹായത്തോട് കൂടിയിട്ടാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാനഡയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇടുക്കി ഡാമിന്റെ പണി പൂർത്തിയാക്കിയത്. നെക്സ്റ്റ് വൺ, ഇടുക്കി ഡാമിന്റെ സംഭരണ ശേഷി 2403 അടിയാണ്. 2403 അടി സംഭരിക്കാനുള്ള പ്രാപ്തിയുണ്ട്. അത്രയും ഉയരം കൂടിയ ഡാമാണ്. അപ്പൊ അതിന്റെ ഉയരം കൂടി നമ്മളൊന്ന് ഓർക്കണം. 168.91 മീറ്റർ ഉയരം ഉണ്ട് കേട്ടോ. 168.91 മീറ്റർ ഉയരം, അല്ലെങ്കിൽ 554 അടി ഉയരം. അടിക്കണക്കിലാണെങ്കിൽ 554 അടി കേട്ടോ. അപ്പൊ ഒന്നും കൂടെ പറയൂ, ഇടുക്കി ഡാം. ഇടുക്കി ഡാം ഇടുക്കി ജില്ലയിലാണ്, പെരിയാർ നദിയിലാണ്. 1969 പണി തുടങ്ങി, 76 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവിന്റെ പേര് കൊലുമ്പൻ മൂപ്പൻ. ഇതൊരു ആർച്ച് ഡാം ആണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം ആണ്. കുറവൻ കുറത്തി മലകൾക്കിടയിൽ നിർമ്മിച്ച ആർച്ച് ഡാം ആണ്. കൂടാതെ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഡാം ആണ്. ഇനി കാനഡയുടെ സഹായത്തോടു കൂടിയാണ് അത് നിർമ്മിച്ചത്. സംഭരണ ശേഷി 2403 അടിയാണ്. ഇതിന്റെ ഉയരം 168.91 മീറ്ററോ അല്ലെങ്കിൽ 554 അടിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കി നോക്കൂ. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. ഒന്ന്, ബാണാസുര സാഗർ ഡാം. ഏതാണ്? ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിലാണ്. എന്നും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ബാണാസുര സാഗർ ഡാം എവിടെയാണ്? വയനാട്. ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. ഇത് മസ്റ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയണ പോലെ, ഇതില്ലാത്ത പരീക്ഷകളില്ല എന്ന് പറയണ പോലെയാണ്. അതുപോലെ തന്നെ വലിയ എർത്ത് ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബാണാസുര സാഗർ ഡാമാണ്. കൂടാതെ ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം എവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഡാമിൽ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിക്കപ്പെട്ടത് ബാണാസുര സാഗർ ഡാമിലാണ്. ഇനി പീച്ചി ഡാം. നമ്മൾ പീച്ചി വന്യജീവി സങ്കേതമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പീച്ചി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണെന്ന്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പീച്ചി ഡാം തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് നദിയിലാണ്? മണലിപ്പുഴയിലാണ്. അടുത്തത് തെന്മല ഡാം. തെന്മല എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് തെന്മല കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. കല്ലട നദിയിലാണ്. എവിടെയാണ്? കല്ലട നദിയിലാണ്. ഇതിന് കല്ലട ഡാം, അതുപോലെ പരപ്പാർ ഡാം എന്നൊക്കെ പേരുണ്ട്. അപ്പൊ പരപ്പാർ ഡാം അല്ലെങ്കിൽ കല്ലട എന്നൊക്കെ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? തെന്മലയാണ് കേട്ടോ. ഈ നെയ്യാറ് തിരുവനന്തപുരത്താണ്. നെയ്യാർ ഡാം. നെയ്യാറിനെ കുറിച്ച് നെയ്യാർ വന്യജീവി സങ്കേതം പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നെയ്യാർ ഡാമിനെ കുറിച്ച് അല്ല, വന്യജീവി സങ്കേതത്തിൽ വേറെ ഉണ്ട്. ഡാം എവിടെയാണ്? നെയ്യാർ ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത്. അത്രയേ ഉള്ളൂ. നെയ്യാർ ഡാമിനോട് ചേർന്ന് ഒരു ചിങ്കണ്ണി വളർത്തൽ കേന്ദ്രമൊക്കെ ഉണ്ട്. സ്റ്റീവ് ഇർവിൻ ക്രൊക്കോഡൈൽ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്യജീവി സങ്കേതത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളൂ? ഡാമിനെ കുറിച്ച്. ഒന്നും കൂടെ പറയാം. ബാണാസുര സാഗർ വയനാട് കബനിയിലാണ്.
വലിയ എർത്ത് ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം കാണുന്നുണ്ട്. പീച്ചി ഡാം തൃശ്ശൂർ ജില്ലയിലാണ്, മണലിപ്പുഴയിലാണ്. തെന്മല ഡാം കൊല്ലം ജില്ലയിലാണ്, കല്ലട നദിയിലാണ്. കല്ലട ഡാം, പരപ്പാറ ഡാം എന്നൊക്കെ അപരനാമങ്ങളാണ്. നെയ്യാർ ഡാം എവിടെയായിരിക്കും? നെയ്യാർ നദിയിലാണ്, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഫാക്ട്സിൻ്റെയും അതുപോലെ തന്നെ ജോഗ്രഫിയുടെയും ഭാഗമായ ഡാം എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ്. അപ്പോൾ വളരെ ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കേരള ഫാക്ട്സിൻ്റെ ആയാലും ഇന്ത്യ ഫാക്ട്സിൻ്റെ ഒക്കെ ആയാലും ക്ലാസ് കൊണ്ടുപോകുന്നത്. 1 by 1 ആയിട്ട് ഓരോ ക്ലാസ്സുകളും ഭംഗിയായിട്ട് നിങ്ങൾ അത് പഠിച്ചെടുത്ത് നോട്ട് കൂടെ വെച്ച് ക്ലാസ് കേട്ട് പഠിച്ചെടുത്ത് എഴുതുകയാണെങ്കിൽ ഉറപ്പിച്ചോളോ നിങ്ങൾ അടുത്ത ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഭംഗിയായിട്ട് അത് പഠിക്കാനായിട്ട് നോക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കറിയണമല്ലോ, അതിനുവേണ്ടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇന്ന് കാണാം, നാളെ കാണാം കേട്ടോ. ശരി.